യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മഹനായും ലോഗോസ് ബൈബിൾ ക്യൂസ് 2026 വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 9 മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവരെയും എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചോദ്യം 1. ജന്മന അന്ധനായ ഒരുവനെ യേശു കണ്ടതെപ്പോഴാണ്? ഓപ്ഷൻസ്: എ. ജെറുസലേമിലേക്കുള്ള വഴിയിൽ വെച്ച്, ബി. കടന്നു പോകുമ്പോൾ, സി. വഴിയരികിൽ വെച്ച്. ഉത്തരം ഓപ്ഷൻ ബി, കടന്നു പോകുമ്പോൾ. ചോദ്യം 2. റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് എന്ന് യേശുവിനോട് ചോദിച്ചതാരാണ്? ഓപ്ഷൻസ്: എ. ശിഷ്യന്മാർ, ബി. യഹൂദന്മാരിൽ ചിലർ, സി. ഫരിസേയരിൽ ചിലർ. ഉത്തരം ഓപ്ഷൻ എ, ശിഷ്യന്മാർ. ചോദ്യം 3. യോഹന്നാൻ 9:2 യേശുവിനെ റബ്ബി എന്ന് വിളിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ. ശിഷ്യന്മാർ, ബി. ജനക്കൂട്ടത്തിൽ നിന്നും ചിലർ, സി. യഹൂദരിൽ ചിലർ. ഉത്തരം ഓപ്ഷൻ എ, ശിഷ്യന്മാർ. ചോദ്യം 4. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്ന് ആരെക്കുറിച്ചാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: എ. അന്ധനായ യാചകനെക്കുറിച്ച്, ബി. ജന്മന അന്ധനായ ഒരുവനെക്കുറിച്ച്, സി. അറ്റകവാടത്തിനരികെ ഭിക്ഷ യാചിച്ചിരുന്നവനെക്കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി, ജന്മന അന്ധനായ ഒരുവനെക്കുറിച്ച്. ചോദ്യം 5. യോഹന്നാൻ 9:4 പ്രകാരം യേശു പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ. പിതാവിന്റെ പ്രവൃത്തികൾ, ബി. പ്രകാശത്തിന്റെ പ്രവൃത്തികൾ, സി. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ. ഉത്തരം ഓപ്ഷൻ സി, എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ. പകലായിരിക്കുവോളം നാം യേശുവിനെ അയച്ചവന്റെ പ്രവൃത്തികളാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ചോദ്യം 6. എന്തുകൊണ്ടാണ് പകലായിരിക്കുവോളം നാം യേശുവിനെ അയച്ചവന്റെ പ്രവൃത്തികൾ ചെയ്യേണ്ടിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ. ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത അന്ധകാരത്തിന്റെ ദിനങ്ങൾ വരുന്നു, ബി. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു, സി. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത ദിനങ്ങൾ വരുന്നു. ഉത്തരം ഓപ്ഷൻ ബി, ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ചോദ്യം 7. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞതിന് ശേഷം യേശു എന്താണ് ചെയ്തത്? ഓപ്ഷൻസ്: എ. നീ സുഖപ്പെടുക എന്ന് പറഞ്ഞു, ബി. നിലത്ത് തുപ്പി, സി. ചെളി അവന്റെ കണ്ണിൽ തേച്ചു. ഉത്തരം ഓപ്ഷൻ ബി, നിലത്ത് തുപ്പി. ചോദ്യം 8. അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള വാക്കേതാണ്? ഓപ്ഷൻസ്: എ. സീലോഹ കുളം, ബി. സീലോക, സി. ബെത്സൈദ. ഉത്തരം ഓപ്ഷൻ ബി, സീലോഹ. ചോദ്യം 9. യോഹന്നാൻ 9:9 ഞാൻ തന്നെ എന്ന് പറഞ്ഞതാരാണ്? ഓപ്ഷൻസ്: എ. യേശു സുഖപ്പെടുത്തിയ അന്ധയാചകൻ, ബി. യേശു, സി. ബെത്സൈദയിൽ സുഖപ്പെടുത്തപ്പെട്ടവൻ. ഉത്തരം ഓപ്ഷൻ എ, യേശു സുഖപ്പെടുത്തിയ അന്ധയാചകൻ. ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ എന്ന് ചോദിച്ചതാരാണ്? ഓപ്ഷൻസ്: എ. യഹൂദർ, ബി. അയൽക്കാരും അവനെ മുമ്പ് കണ്ടിട്ടുള്ളവരും, സി. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും. ഉത്തരം ഓപ്ഷൻ സി, അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും. എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് എന്ന് ചോദിച്ചതാരാണ്? ഓപ്ഷൻസ്: എ. അവന്റെ ബന്ധുക്കൾ, ബി. യഹൂദർ, സി. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും. ഉത്തരം ഓപ്ഷൻ സി, അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും. ചോദ്യം 12. മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ആരുടെ അടുത്തേക്കാണ് കൊണ്ടുചെന്നത്? ഓപ്ഷൻസ്: എ. യഹൂദരുടെ, ബി. ഫരിസേയരുടെ, സി. പുരോഹിതരുടെ. ഉത്തരം ഓപ്ഷൻ ബി, ഫരിസേയരുടെ. എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് എന്ന് മുൻപ് അന്ധനായിരുന്നവനോട് ചോദിച്ചതാരാണ്? ഓപ്ഷൻസ്: എ. അവന്റെ ബന്ധുക്കൾ, ബി. ഫരിസേയർ, സി. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും. ഉത്തരം ഓപ്ഷൻ സി ആണ്, അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും. ചോദ്യം 14. ആരോട് ആരെക്കുറിച്ചാണ് എന്നിട്ട് അവൻ എവിടെ എന്ന് ചോദിച്ചത്? ഓപ്ഷൻസ്: എ. ഫരിസേയർ കാഴ്ച ലഭിച്ച യാചകനോട് യേശുവിനെ കുറിച്ച്, ബി. ഫരിസേയർ ജനങ്ങളോട് കാഴ്ച ലഭിച്ച യാചകനെ കുറിച്ച്, സി. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും കാഴ്ച ലഭിച്ച അന്ധനോട് യേശുവിനെ കുറിച്ച്. ഉത്തരം ഓപ്ഷൻ സി, അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും കാഴ്ച ലഭിച്ച അന്ധനോട് യേശുവിനെ കുറിച്ച്. ചോദ്യം 15. കാഴ്ച കിട്ടിയവൻ താഴെ പറയുന്നവയിൽ ഫരിസേയരോട് പറയാത്തത് എന്താണ്? ഓപ്ഷൻസ്: എ. അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി, ബി. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു, സി. ഞാൻ കഴുകി ഞാൻ കാണുകയും ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ ബി, ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു എന്ന് അവൻ അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരോടുമാണ് പറഞ്ഞത്. എന്നാണ് യേശു ചെളിയുണ്ടാക്കി അന്ധന്റെ കണ്ണുകൾ തുറന്നത്?
ഓപ്ഷൻസ് എ ഒരു സാബത്ത് ദിവസം, ബി കൂടാര തിരുനാളിൽ, സി യൂദയായിലേക്ക് പോകുമ്പോൾ. ഉത്തരം ഓപ്ഷൻ എ ഒരു സാബത്ത് ദിവസം. ചോദ്യം 17. ആരാണ് ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞത്? ഓപ്ഷൻസ് എ ഫരിസേയർ, ബി ഫരിസേയരിൽ ചിലർ, സി യഹൂദർ. ഉത്തരം ഓപ്ഷൻ ബി ഫരിസേയരിൽ ചിലർ. ചോദ്യം 18. എന്തുകൊണ്ടാണ് ഫരിസേയരിൽ ചിലർ ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞത്? ഓപ്ഷൻസ് എ ഇവൻ പാപിയാണ്, ബി അവൻ സാബത്ത് ആചരിക്കുന്നില്ല, സി അവൻ സാബത്തിൽ സൗഖ്യം നൽകി. ഉത്തരം ഓപ്ഷൻ ബി അവൻ സാബത്ത് ആചരിക്കുന്നില്ല. ആർക്ക് ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നാണ് മറ്റുള്ളവർ ചോദിച്ചത്. ഓപ്ഷൻസ് എ പാപിയായ ഒരു മനുഷ്യന്, ബി പാപിക്ക്, സി പിശാചിന്. ഉത്തരം ഓപ്ഷൻ എ പാപിയായ ഒരു മനുഷ്യന്. ആ അന്ധനോട് അവനെപ്പറ്റി നീ എന്തു പറയുന്നു എന്നവർ ചോദിച്ചപ്പോൾ അവൻ എന്തു മറുപടിയാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്, ബി അവനൊരു പ്രവാചകനാണ്, സി അവൻ ദൈവം അയച്ച ഒരു പ്രവാചകനാണ്. ഉത്തരം ഓപ്ഷൻ ബി അവനൊരു പ്രവാചകനാണ്. ചോദ്യം 21. അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ എന്ന് ആരോടാണ് ചോദിച്ചത്? ഓപ്ഷൻസ് എ യഹൂദർ അന്ധന്റെ മാതാപിതാക്കന്മാരോട്, ബി ഫരിസേയർ കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരോട്, സി യഹൂദർ കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരോട്. ഉത്തരം ഓപ്ഷൻ സി യഹൂദർ കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരോട്. ചോദ്യം 22. യോഹന്നാൻ 9:22 പ്രകാരം യഹൂദർ എന്താണ് തീരുമാനിച്ചിരുന്നത്? ഓപ്ഷൻസ് എ യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന്, ബി യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന്, സി യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവനെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കണമെന്ന്. ഉത്തരം ഓപ്ഷൻ എ യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന്. ചോദ്യം 23. അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ബി ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം, ദൈവത്തെ മഹത്വപ്പെടുത്തുക, സി ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. ഉത്തരം ഓപ്ഷൻ സി ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. ചോദ്യം 24. അവൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു? ആരോടാണ് ഇപ്രകാരം ചോദിച്ചത്? ഓപ്ഷൻസ് എ ചില യഹൂദർ അന്ധനോട്, ബി ഫരിസേയർ അന്ധയാചകനോട്, സി യഹൂദർ കാഴ്ച പ്രാപിച്ചവനോട്. ഉത്തരം ഓപ്ഷൻ സി യഹൂദർ കാഴ്ച പ്രാപിച്ചവനോട്. ചോദ്യം 25. നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ, ആരോടാണ് ഇപ്രകാരം പറയുന്നത്? ഓപ്ഷൻസ് എ യേശു ഫരിസേയരോട്, ബി കാഴ്ച പ്രാപിച്ചവൻ യഹൂദരോട്, സി യേശു ശിഷ്യന്മാരോട്. ഉത്തരം ഓപ്ഷൻ ബി കാഴ്ച പ്രാപിച്ചവൻ യഹൂദരോട്. ചോദ്യം 26. നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം കാഴ്ച പ്രാപിച്ചവൻ എന്താണ് തുടർന്ന് പറഞ്ഞത്? ഓപ്ഷൻസ് എ അപ്പോൾ നിങ്ങൾ കേട്ടില്ല, ബി നിങ്ങളും അവൻ്റെ ശിഷ്യരാകുവാൻ ആഗ്രഹിക്കുന്നുവോ, സി എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ അപ്പോൾ നിങ്ങൾ കേട്ടില്ല. ചോദ്യം 27. നിങ്ങളും അവൻ്റെ ശിഷ്യരാകുവാൻ ഇച്ഛിക്കുന്നുവോ എന്ന് ആരോടാണ് ചോദിച്ചത്? ഓപ്ഷൻസ് എ സുഖപ്പെടുത്തപ്പെട്ടവൻ ഫരിസേയരോട്, ബി കാഴ്ച പ്രാപിച്ചവൻ യഹൂദരോട്, സി തളർവാദ രോഗി ഫരിസേയരോട്. ഉത്തരം ബി കാഴ്ച പ്രാപിച്ചവൻ യഹൂദരോട്. ചോദ്യം 28. ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ് എന്ന് ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ യഹൂദർ യേശുവിനോട്, ബി ഫരിസേയർ യേശുവിനോട്, സി യഹൂദർ കാഴ്ച പ്രാപിച്ചവനോട്. ഉത്തരം സി ആണ് യഹൂദർ കാഴ്ച പ്രാപിച്ചവനോട്. ഇത് വിചിത്രമായിരിക്കുന്നു എന്ന് ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ കാഴ്ച പ്രാപിച്ചവൻ യഹൂദരോട്, ബി യഹൂദർ കാഴ്ച പ്രാപിച്ചവനോട്, സി ജനക്കൂട്ടം യഹൂദരോട്. ഉത്തരം ഓപ്ഷൻ എ കാഴ്ച പ്രാപിച്ചവൻ യഹൂദരോട്. ചോദ്യം 30. യോഹന്നാൻ 9:30 പ്രകാരം പൂരിപ്പിക്കുക. അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ ഡാഷ്. ഓപ്ഷൻസ് എ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു, ബി അവൻ എന്നെ സുഖപ്പെടുത്തി, സി അവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. ഉത്തരം എ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു. ചോദ്യം 31. ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്? ഓപ്ഷൻസ്
എ തന്നെ രാപകൽ വിളിച്ചപേക്ഷിക്കുന്നവരുടെ, ബി ദൈവത്തെ സ്നേഹിക്കുകയും അവൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവൻ്റെ, സി ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ. ചോദ്യം 32. ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ലാത്തതെന്താണ്? ഓപ്ഷൻസ് എ അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് ആരും തുറന്നതായി, ബി ദൈവം പാപിയുടെ പ്രാർത്ഥന കേട്ടതായി, സി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ അവിടുന്ന് തള്ളിക്കളഞ്ഞതായി. ഉത്തരം എ അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് ആരും തുറന്നതായി. ചോദ്യം 33. പൂരിപ്പിക്കുക. തികച്ചും ഡാഷ് ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? ഓപ്ഷൻസ് എ പാപിയായ നീ, ബി പാപത്തിൽ പിറന്ന നീ, സി അന്ധനായിരുന്ന നീ. ഉത്തരം ഓപ്ഷൻ ബി പാപത്തിൽ പിറന്ന നീ. തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? ചോദ്യം 34. അവർ അവനെ പുറത്താക്കി. ആരെയാണ് പുറത്താക്കിയത്? ഓപ്ഷൻസ് എ യഹൂദർ യേശുവിനെ, ബി പുരോഹിതർ യേശുവിനെ, സി യഹൂദർ കാഴ്ച പ്രാപിച്ചവനെ. ഉത്തരം ഓപ്ഷൻ സി യഹൂദർ കാഴ്ച പ്രാപിച്ചവനെ. ചോദ്യം 35. മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ആരോട് എപ്പോഴാണ് ചോദിച്ചത്? ഓപ്ഷൻസ് എ താൻ കാഴ്ച നൽകിയ അന്ധനായിരുന്നവനോട് അവനെ കണ്ടപ്പോൾ, ബി പത്രോസിനോട് വള്ളത്തിൽ വെച്ച്, സി നഥാനയേലിനോട് അവൻ തൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ. ഉത്തരം എ താൻ കാഴ്ച നൽകിയ അന്ധനായിരുന്നവനോട് അവനെ കണ്ടപ്പോൾ. യോഹന്നാൻ 9:36 കാഴ്ച പ്രാപിച്ചവൻ യേശുവിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഓപ്ഷൻസ് എ ഗുരു, ബി കർത്താവേ, സി റബ്ബി. ഉത്തരം ഓപ്ഷൻ ബി കർത്താവേ. ചോദ്യം 37. യോഹന്നാൻ 9:36 യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് എ പാപിനിയായ സ്ത്രീ, ബി പത്രോസ്, സി കാഴ്ച പ്രാപിച്ചവൻ. ഉത്തരം ഓപ്ഷൻ സി കാഴ്ച പ്രാപിച്ചവൻ. യേശുവിനാൽ സുഖപ്പെടുത്തപ്പെട്ട ജന്മന അന്ധനായിരുന്ന യാചകനായാണ് യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചത്. ചോദ്യം 38. ആരെക്കുറിച്ചാണ് കർത്താവെ ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്ന് കാഴ്ച പ്രാപിച്ചവൻ ചോദിച്ചത്? ഓപ്ഷൻസ് എ മനുഷ്യപുത്രനെക്കുറിച്ച്, ബി ദൈവത്താൽ അയക്കപ്പെട്ടവനെക്കുറിച്ച്, സി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനെക്കുറിച്ച്. ഉത്തരം എ മനുഷ്യപുത്രനെക്കുറിച്ച്. ചോദ്യം 39. നീ ആരെ കണ്ടു കഴിഞ്ഞു എന്നാണ് യേശു കാഴ്ച ലഭിച്ചവനോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ ദൈവപുത്രനെ, ബി നീ അന്വേഷിക്കുന്നവനെ, സി മനുഷ്യപുത്രനെ. ഉത്തരം ഓപ്ഷൻ സി മനുഷ്യപുത്രനെ. ചോദ്യം 40. കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ പ്രണമിച്ചതാരാണ്? ഓപ്ഷൻസ് എ സമരിയാക്കാരി സ്ത്രീ, ബി കാഴ്ച പ്രാപിച്ചവൻ, സി പത്രോസ്. ഉത്തരം ഓപ്ഷൻ ബി കാഴ്ച പ്രാപിച്ചവൻ. ചോദ്യം 41. യോഹന്നാൻ 9:39 പ്രകാരം യേശു എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? ഓപ്ഷൻസ് എ ന്യായവിധിക്കായിട്ട്, ബി കാഴ്ചയില്ലാത്തവർ കാണുന്നതിന്, സി കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുന്നതിന്. ഉത്തരം ന്യായവിധിക്കായിട്ട്. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങളും അന്ധരാണോ എന്ന് യേശുവിനോട് ചോദിച്ചതാരാണ്? ഓപ്ഷൻസ് എ ഏതാനും ചില യഹൂദർ, ബി ഫരിസേയർ, സി യേശുവിൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ. ഉത്തരം ഓപ്ഷൻ സി യേശുവിൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ. ചോദ്യം 43. യേശു ആരോടാണ് അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞത്? ഓപ്ഷൻസ് എ അപ്പോൾ ഞങ്ങളും അന്ധരാണോ എന്ന് ചോദിച്ച ഫരിസേയരോട്, ബി തന്നിൽ വിശ്വസിക്കാതിരുന്നവരോട്, സി യഹൂദരോട്. ഉത്തരം ഓപ്ഷൻ എ അപ്പോൾ ഞങ്ങളും അന്ധരാണോ എന്ന് ചോദിച്ച ഫരിസേയരോട്. ചോദ്യം 44. യേശു ആരോടാണ് അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞത്? ഓപ്ഷൻസ് എ ഏതാനും ചില യഹൂദരോട്, ബി തന്നിൽ വിശ്വസിച്ച യഹൂദരോട്, സി അപ്പോൾ ഞങ്ങളും അന്ധരാണോ എന്ന് ചോദിച്ച ഫരിസേയരോട്. ഉത്തരം സി അപ്പോൾ ഞങ്ങളും അന്ധരാണോ എന്ന് ചോദിച്ച ഫരിസേയരോട്. ചോദ്യം 45. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഫരിസേയർക്ക് എന്ത് സംഭവിക്കും? ഓപ്ഷൻസ് എ അവർ പാപത്തിൽ മരിക്കും, ബി അവരിൽ പാപം നിലനിൽക്കുന്നു, സി അവർ ദൈവരാജ്യം കാണുകയില്ല. ഉത്തരം ഓപ്ഷൻ ബി അവരിൽ പാപം നിലനിൽക്കുന്നു. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും നന്ദി.